ഹലോ, ഇറ്റ്സ് ഡേ ഇൻ മൈ ലൈഫ്. ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യുന്നത്. ഇത് ഞാനിപ്പോൾ നാട്ടിലാണ്, നമ്മുടെ തറവാട്ട് വീട്ടിലുണ്ട്. ഒരു കല്യാണ സമയത്ത് നമ്മുടെ തറവാട്ടിൽ പോയതാണ്. അപ്പോൾ നമ്മുടെ പാത്രമൊക്കെ ഉണ്ടായിരുന്നു ഒരുപാട്. അപ്പോൾ അതൊന്ന് ക്ലീൻ ചെയ്യാനായിട്ട് തുടങ്ങി. കല്യാണത്തിന് പോയപ്പോൾ ഉള്ള ഡ്രസ്സാണ് ഇതെല്ലാം. അപ്പോൾ ഓരോ ദിവസം ഓരോ ഡ്രസ്സെല്ലാം ഇടുന്നത്, ഓരോ വെക്കേഷനായിട്ട്. അപ്പോൾ അതെല്ലാം ഒന്ന് മാറ്റി ഒന്ന് പരക്കൊക്കെ എടുത്ത് വെച്ചു. നോ 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 அப்பா கிரி குடுறோம் நோ நோ கிசி கொடுக்க கூடாது நோ பாப்பா நீ தருவியோ தர மாட்டியா அப்பாவுக்கு നോ. നമ്മൾ എന്ത് പറഞ്ഞാൽ ലിറ്റിൽ ബേബി വിശാലി കേൾക്കേ ഇല്ല. അവൾ അച്ഛൻ്റെ പെറ്റാണ്. മീനാക്ഷി എന്ന് പറയുമ്പോൾ നമ്മൾ എന്ത് പറഞ്ഞാലും അങ്ങനെ തന്നെ ചെയ്യുന്ന ആളാണ്. ഇപ്പോൾ മോർണിംഗ് ബ്രേക്ക്ഫാസ്റ്റ് ഇഡ്ഡലിയാണ് കഴിക്കുന്നത്. ഞങ്ങൾക്ക് ഇഡ്ഡലിയാണ് ഒരുപാട് ഇഷ്ടം. ഇഡ്ഡലി ഇല്ലെങ്കിൽ അന്നത്തെ ദിവസം ഭയങ്കര എനർജി ലോ ആണ്. അപ്പോൾ നമ്മളന്ന് കടയിൽ നിന്ന് മേടിച്ചു. നല്ല ഇഡ്ഡലി, നല്ല സാമ്പാർ, ചട്നി ആയിരുന്നു. ഞങ്ങൾക്ക് ഒരുപാട് ഇഷ്ടമാണ്. അപ്പോൾ അമ്പലത്തിൽ പോകാൻ വേണ്ടി നമ്മൾ റെഡിയായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ലിറ്റിൽ ബേബി ഒന്ന് റെഡിയാക്കിക്കൊണ്ടിരിക്കുകയാണ്. ഇത് വലിയ തറവാടാണ്. നടുക്ക് ഒരുപാട് ഗ്യാപ്പുണ്ട്. അപ്പോൾ ഡയറക്റ്റ് സൺലൈറ്റ് വീട്ടിനകത്ത് വരും. പിന്നെ മഴ വെള്ളവും കൂടി അകത്തൊക്കെ വരും. നമുക്ക് എന്തെങ്കിലും ഡ്രൈ ആക്കുകയാണെങ്കിൽ അവിടെയൊക്കെ സ്ഥലം ഒരുപാടുണ്ട്. അത് നമുക്ക് നന്നായിട്ട് യൂസ് ചെയ്യാം. നമ്മുടെ തറവാട് ഒരു ഓപ്പൺ തറവാടാണ്. അങ്ങനെയാണ് ഇവിടുത്തെ ബിൽഡിംഗ് എല്ലാം ഒക്കെ കൺസ്ട്രക്ട് ചെയ്തിട്ട് നമ്മുടെ അപ്പൂപ്പൻ കാലത്തുള്ള വീടാണിത്. ഇത് ലിറ്റിൽ ബേബിക്ക് നമുക്കൊന്ന് തലയൊക്കെ ഒന്ന് നന്നായിട്ട് കോംബ് ചെയ്ത് കൊടുക്കണുണ്ട് പോകാനായിട്ട്. അമ്പലത്തിൽ പോകാൻ വേണ്ടിയിട്ട് നമുക്ക് കുടിക്കാൻ വെള്ളം, പിന്നെ കൈ കഴുകാനായിട്ട് വെള്ളമൊക്കെ എടുത്തു. അപ്പോൾ ഇവക്ക് ടി വി ഇല്ലാത്തതുകൊണ്ട് ഭയങ്കര വിഷമമായി. അതുകൊണ്ട് മൊബൈലൊക്കെ കൊടുത്തു. മൊബൈൽ കൊടുക്കാൻ പാടില്ല, പക്ഷേ കൊടുത്തു. അപ്പോൾ നമുക്കൊന്ന് ഇറങ്ങാം. ഒരു 20 മിനിറ്റ്സൊക്കെ ആവും നമ്മുടെ വീട്ടിൽ നിന്ന് അമ്പലം പോകാൻ. അന്നത്തെ ദിവസം സങ്കടഹര ചതുർത്ഥിയായിരുന്നു. അതുകൊണ്ട് നമ്മൾ ഗണപതി കോയിലിൽ പോയി. അത് നമ്മുടെ കുടുംബ കോവിലാണ്. കുടുംബക്ഷേത്രം. എപ്പോഴും കോവിലാണൊക്കെ വരുന്നത്. നമ്മുടെ അത് കുടുംബക്ഷേത്രമാണ്. അപ്പോൾ നമ്മുടെ റിലേറ്റീവ്സൊക്കെ വരും. അഭിഷേകം, ആരാധന അതൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ പ്രസാദമൊക്കെ ഉണ്ട്. ഇവരെ കാണുമ്പോൾ എന്ത് സ്നേഹമുള്ള കുട്ടികളാണ് നമുക്ക് കാണാനല്ലേ. കാണുമ്പോൾ അങ്ങനെയല്ല ഉള്ളത്, പക്ഷെ അങ്ങനെയൊന്നുമല്ല. സത്യമായിട്ട് അങ്ങനെയല്ല. ഇവർ ഭയങ്കര ടോം ആൻഡ് ജെറി പോലെ ഉള്ള കുട്ടികളാണ്. അപ്പോൾ അർച്ചന വേണ്ടി നമുക്ക് തേങ്ങ മേടിക്കേണ്ടതാണ്. അപ്പോൾ അവിടെ ഒരു വഴിയിൽ ഒരു കട ഉണ്ടായിരുന്നു, ഒരു ലേഡിയുടെ കട. സൂപ്പറായിരുന്നു. അവിടെ തേങ്ങ, പഴം, വെറ്റില പാക്ക് അതൊക്കെ മേടിച്ചിട്ട് അപ്പം തന്നെ വന്നു. ഇതാണ് നമ്മുടെ കുടുംബക്ഷേത്രം. ചെറിയ ഗണപതി ടെമ്പിളാണ്. ഇത് ഔട്ട്സൈഡിൽ ഒരു കുളം കൂടി ഉണ്ട്. അന്ന് മഴ പെയ്ഞ്ഞ മഴയിലുള്ള വെള്ളമാണത്. ഇതൊക്കെ അർച്ചനന് വേണ്ടി എടുത്തു വെച്ച തേങ്ങ. പിന്നെ അഭിഷേകത്തിനും പ്രസാദത്തിനും വേണ്ടിയിട്ട് കുറച്ചൊക്കെ ഐറ്റംസൊക്കെ മേടിച്ചിട്ട് വന്നു നമ്മൾ. അപ്പോൾ ഇതാണ് അർച്ചനന് വേണ്ടത്തെ ഐറ്റംസ് എല്ലാം പ്ലേറ്റിലൊക്കെ മാറ്റി വെച്ചിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർക്ക് അർച്ചന ചെയ്യാനുണ്ടായിരുന്നു. അതാണ് ഇത്രയും പ്ലേറ്റൊക്കെ വച്ചിട്ടുണ്ട്. പിന്നെ ഉച്ചയ്ക്കുള്ള ഫുഡ്, പിന്നെ പ്രസാദത്തിന് വേണ്ടിയിട്ട് മോദകം ഉണ്ടാക്കിയതാണ്. ഇപ്പം ഗണപതി സെറ്റായിട്ടിരിക്കുക അഭിഷേകത്തിന് വേണ്ടിയിട്ട്. അഭിഷേകം ചെയ്യാനായിട്ട് പാല്, തൈര്, മഞ്ഞൾപ്പൊടി, ചന്ദനം, വിഭൂതി, അരിപ്പൊടി, ഇളനീർ, പന്നീർ, പിന്നെ സ്വർണം അങ്ങനെയൊക്കെ വെച്ചാണ് അഭിഷേകമൊക്കെ ചെയ്യുന്നത്. ഇനി ദീപാരണ. കൊണ്ടുവന്ന ലഞ്ച് അവിടെ തന്നെ വെച്ച് കഴിച്ചു. സാമ്പാർ സാദം, തൈര് സാദം, ബനാന ചിപ്സ്, പിന്നെ വട, മോദകം, ലഡ്ഡു ഇത്രയൊക്കെ ഉണ്ടായിരുന്നു. നന്നായിട്ട് കഴിച്ചു. ഇത് കഴിഞ്ഞിട്ട് നമുക്ക് ചതുർക്ക അടിക്കണം. മലയാളത്തിൽ ഇത് എങ്ങനെയാണ് പറയുന്നത്? തേങ്ങ, ഗണപതിന് വേണ്ടിയിട്ട് തേങ്ങക്ക് ഇങ്ങനെ ഇടല്ലോ, അതാണ്. നല്ല വേണ്ടിട്ട് തുടങ്ങി നല്ല അടിച്ചു. പിന്നെ ഫൈനലി നമുക്ക് മാല കിട്ടി. നന്നായിട്ട് തൊഴുതു. ഒരുപാട് സന്തോഷമായി. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ആദ്യമായിട്ട് കാണുകയാണെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.